നമസ്കാരം. ലാലേട്ടൻ്റെതായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന 3 വൻപൻ സിനിമകളുടെ ബഡ്ജറ്റ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റാം, എമ്പുരാൻ, ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന 3D ചിത്രമായ ബറോസ് തുടങ്ങിയ ചിത്രങ്ങളുടെ ബഡ്ജറ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ലാലേട്ടൻ്റെതായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന 4 സിനിമകളിൽ L360 ഒഴിച്ചാൽ ബാക്കി 3 ചിത്രങ്ങളും ബിഗ് ബഡ്ജറ്റിൽ തന്നെയാണ് ഒരുങ്ങുന്നത്. ഇതിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ എന്ന സിനിമയുടെ ബഡ്ജറ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മനോരമയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മലയാള സിനിമാ പ്രേമികൾ വൻപൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വൻപൻ ബഡ്ജറ്റിൽ തന്നെയാണ് പൃഥ്വിരാജ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ നിർമ്മാണത്തിൽ നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന എമ്പുരാന്റെ ബഡ്ജറ്റായി കണക്കാക്കപ്പെടുന്നത് 150 കോടി രൂപയാണ്. എന്നാൽ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 150 കോടി കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് 3Dയിൽ ഒരുങ്ങുന്ന വൻപൻ ചിത്രമായ ബറോസ് ഈ വരുന്ന ഓണം റിലീസായിട്ട് സെപ്റ്റംബർ 12 തീയതിയാണ് ആഗോള റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 100 കോടി രൂപയോളമാണ്. ആശീർവാദ് സിനിമാസ് ആണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ലാലേട്ടന്റെ അടുത്തൊരു വൻപൻ ചിത്രം ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മലയാളത്തിലെ ഏറ്റവും അധികം ഷൂട്ടിംഗ് ഷെഡ്യൂൾ നീണ്ടുപോയ ചിത്രത്തിന്റെ, അതായത് റാം എന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ് വിവരങ്ങളും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ സംവിധായകനായ ജിത്തു ജോസഫ് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 140 കോടി രൂപയോളമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായി കണക്കാക്കപ്പെടുന്നത്. 2 ഭാഗങ്ങളായിട്ടാണ് ചിത്രം റിലീസ് ചെയ്യുക. റാമിന്റെ അടുത്ത ഷെഡ്യൂൾ ഈ വരുന്ന ജൂൺ ജൂലൈ മാസത്തിൽ തുടങ്ങുമെന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന ഈ 3 വൻപൻ ലാലേട്ടൻ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.